ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ചരിത്രമുണ്ട്. ആ പാർട്ടിക്ക് 1920 താഷ്കൻഡിൽ രൂപം കൊണ്ട ആ പാർട്ടി 1925 കാൺപൂർ സമ്മേളനത്തിൽ ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിലും കർഷക തൊഴിലാളി സമരങ്ങളിലും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ പാർട്ടി. 1964 പാർട്ടി രണ്ടായി പിളർന്നു. പല മഹാരഥന്മാരും പാർട്ടിയെ നയിച്ചു, പാർട്ടിയെ വളർത്തി. ഇന്ന് ആ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? പല സ്വാർത്ഥ താല്പര്യക്കാരും ധാർഷ്ട്യക്കാരും പാർട്ടിയിൽ വന്നതോടുകൂടി പാർട്ടിയുടെ നില പരുങ്ങലിലേക്കായിക്കൊണ്ടിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി ഇന്ന് ആ ഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങി. കേരളത്തിലും ഈ പാർട്ടി ഇതേ നില തുടരുകയാണെങ്കിൽ പാർട്ടി അധികം വൈകാതെ തന്നെ നാമാവിശേഷമായി തീരും.